രാഷ്ട്രീയത്തെ CPI പിന്തുണയ്ക്കുന്നില്ല. ഇതുപോലെ ജനവിരുദ്ധമായ ഹർത്താലുകളുമായിട്ട് സഹകരിക്കുന്നില്ല. അതൊക്കെ വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണെന്നാണ് സഖാവ് ജയരാജൻ പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അത്രക്കുള്ള കമ്മ്യൂണിസം ഒന്നും പഠിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് സമ്പ്രദായത്തിൽ ഹർത്താലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ജയരാജൻ ഒരു ഗവേഷണ പ്രബന്ധം എഴുതി, അത് പ്രസിദ്ധീകരിക്കട്ടെ, നമുക്കത് വായിച്ചിട്ട് മാർക്സിസം ലെനിനിസത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാം, ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്യാം, ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് ചർച്ച ചെയ്യാം. പക്ഷേ അതുവരെ ഇതുപോലുള്ള പരിപാടികളുമായിട്ട് സഹകരിക്കാൻ CPIക്കാരെന്നല്ല ആർക്കും സാധ്യമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്ന് രാജേഷിനെ അറസ്റ്റ് ചെയ്തുള്ളൂ, എന്നിട്ട് എന്താ ഹർത്താൽ നടത്താത്തത്? നമുക്ക് നാളെ ഒരു ആഗോള ഹർത്താൽ നടത്തണ്ടേ എന്നാണ് എനിക്ക് ജയരാജനോട് വിനീതമായിട്ട് ചോദിക്കാനുള്ളത്. കാരണം സഖാവ് ജയരാജനെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ അഖില കേരള ഹർത്താൽ നടത്തി. ഇതിന് രാജേഷിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രത്യേകിച്ച് ആഗോള ഹർത്താൽ നടത്തണ്ടേ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു നിയമസഭാ അംഗത്തെ അറസ്റ്റ് ചെയ്തത് തെറ്റല്ലേ? മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ജഡ്ജിയുടെ വീട് ആക്രമിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേര് കരിയോയിൽ ഒഴിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രതീകാത്മകമായിട്ട് നാട് കടത്തുന്നുണ്ട്. എന്താ DYFIക്കാർ അനങ്ങാതിരിക്കുന്നത്? അത് വളരെ മോശമല്ലേ? ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? ജയരാജൻ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിൽ ചികിത്സയിലാണെന്ന് വെച്ചാലും ആഗോള വിപ്ലവ പ്രസ്ഥാനം മുന്നോട്ട് പോകണ്ടേ? ഇന്ത്യൻ വിപ്ലവം നമുക്ക് നടത്തണ്ടേ? ഏതായാലും ഇതിൽ മറുപടി പറയാൻ EP ജയരാജൻ ടെലിഫോൺ ലൈനിലില്ല. അത് ഭാഗ്യം, അദ്ദേഹം സ്വിച്ച് ഓഫ് ചെയ്യും.